ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമായ ഉത്ഗ്രഥനം അഥവാ നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. എല്ലാ മക്കളും അടുത്ത ദിവസത്തെ നിങ്ങളുടെ എക്സാമിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പം മിസ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ഉത്ഗ്രഥനം അഥവാ ഇൻ്റഗ്രേഷൻ എന്ന എക്സാമിന് നമ്മുടെ മലയാളം അഥവാ നമ്മുടെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് എല്ലാ മക്കളും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മക്കളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം എന്നത് നിറം കൊടുക്കാം എന്നതാണ്. അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിന് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ കളർ പെൻസിൽ മക്കളുടെ കയ്യിൽ കരുതണം കേട്ടോ. ഇതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നിറം നൽകാനായിട്ട് ഒരു പ്രവർത്തനം ആദ്യം തന്നെ ഉണ്ടായിരിക്കും. അപ്പം മക്കൾ എന്ത് ചെയ്യുക, തന്നിട്ടുള്ള ചിത്രം നന്നായിട്ട് നോക്കിയിട്ട് അതിന് യോജിച്ച രീതിയിൽ നിറം നൽകാനായിട്ട് ശ്രദ്ധിക്കണേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ചിത്രം എന്താണ് മക്കളെ? ഒരു മുത്തശ്ശി ഉണ്ട് അല്ലേ? മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് കാണുന്നത്? ഒരു പാടം കാണുന്നുണ്ട് അല്ലേ? പാടത്ത് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണുന്നുണ്ട്, മരങ്ങൾ കാണുന്നുണ്ട്, മലകൾ കാണുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ? അപ്പം മക്കൾ എന്ത് ചെയ്യണം? ഓരോ ചിത്രത്തിനും യോജിച്ച രീതിയിലുള്ള നിറം നൽകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതുപോലെ നിറം നൽകാനായിട്ടൊരു പ്രവർത്തനം തരികയാണെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് ചെയ്യല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, നന്നായി വളരാൻ എന്താണ് നമ്മുടെ അടുത്തൊരു ചോദ്യത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേര് വരുന്നത് കേട്ടോ. നോക്കിക്കേ മക്കളെ, നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് സ്മൈലി വരയ്ക്കാനാണ് മക്കളെടുത്ത് പറഞ്ഞത്. എങ്ങനെയാണ് മക്കളെ സ്മൈലി വരയ്ക്കുക? ഇതുപോലെ സ്മൈലി വരയ്ക്കാനായിട്ടാണ് മക്കളെടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് എങ്ങനെയുള്ള ആഹാരത്തിനാണ് മക്കളെ? നമ്മുടെ നല്ല ആരോഗ്യത്തിനായിട്ട് നാം കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിന് മാത്രമാണ് സ്മൈലി വരയ്ക്കേണ്ടത്. അപ്പം നോക്കിക്കേ മക്കളെ, നമുക്ക് ചിത്രത്തിൽ ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് എന്ന് നോക്കാമല്ലേ? പാല് തന്നിട്ടുണ്ട്, പിന്നെ കുറേ ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്, പിന്നെ ഷവർമ തന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ ഐസ്ക്രീമും കുറേ വെജിറ്റബിൾസ് അല്ലേ, അതായത് പച്ചക്കറികൾ തന്നിട്ടുണ്ട്, പിന്നെ അരി ഗോതമ്പ് ഒക്കെ തന്നിട്ടുണ്ട്, പിന്നെ മീനും മുട്ടയും അതുപോലെ തന്നെ മാംസമൊക്കെ തന്നിട്ടുണ്ടല്ലേ, ഇറച്ചിയൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെയാണ് മക്കളെ നമ്മുടെ നല്ല ആരോഗ്യത്തിനായിട്ട് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾ? വേഗം പറഞ്ഞ മക്കളെ, ഏതൊക്കെയാണ്? പറ്റുന്ന കൂട്ടുകാർ നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. പാല് നമ്മുടെ നല്ല ആരോഗ്യത്തിന് കഴിക്കേണ്ട ഒന്നാണോ? അതെ. അപ്പം നമ്മൾ അതിനെന്ത് വരയ്ക്കണം മക്കളെ? സ്മൈലി വരയ്ക്കണം. ഇനി അടുത്തത് ഫ്രൂട്ട്സ് ആണ് അല്ലേ? പഴങ്ങളാണ്. പഴങ്ങളും നമ്മുടെ നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ഒന്നാണ് പഴങ്ങൾ. ഇനി അടുത്തത് ഐസ്ക്രീം. അത് നമ്മുടെ നല്ല ആരോഗ്യത്തിന് കഴിക്കേണ്ട ഒരു ആഹാര സാധനമാണോ മക്കളെ? അല്ല അല്ലേ മക്കൾ? അവിടെ വെട്ടിയിടൊന്നും വേണ്ട, മിസ് അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കിക്കുക മക്കളെ, ഷവർമ്മയാണ്. ഷവർമ്മ നമുക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? പക്ഷേ നമ്മുടെ നല്ല ആരോഗ്യത്തിന് കഴിക്കേണ്ട ഒരു ആഹാര സാധനമാണോ അത്? അല്ല അല്ലേ? ഒരിക്കലും അല്ല. പിന്നെ അടുത്തത് നോക്കിക്കുക മക്കളെ, വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് നമ്മുടെ നല്ല ആരോഗ്യത്തിന് കഴിക്കേണ്ട ഒന്നാണ്. ഇനി നോക്കിക്കുക മക്കളെ, അരിയും ഗോതമ്പൊക്കെ ആണല്ലേ, അതും നമ്മുടെ നല്ല ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനമാണ്. അവസാനം നമുക്ക് മുട്ടയും മീനൊക്കെയാണ് തന്നിട്ടുള്ളത് അല്ലേ? അതിനും മക്കൾ എന്ത് ചെയ്യണം? സ്മൈലി വരയ്ക്കണം. അപ്പോൾ ഇതുപോലെയാണ് മക്കൾ ചെയ്യേണ്ടത്. അവിടെ ഐസ്ക്രീമും ഷവർമയും പോലുള്ള ആഹാര സാധനങ്ങളാണ് മക്കൾ അവിടെ സ്മൈലി വരയ്ക്കാതെ വെക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണല്ലേ? ഇനി നമുക്കതിൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ. നോക്കിക്കേ മക്കളെ, അവിടെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അതിലേതോ ഒന്ന് കൂട്ടത്തിൽ പെടാത്തതാണ്. അപ്പം മിസ് ഓരോന്നും എന്താണെന്നുള്ളത് പറയാം, മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമുക്ക് പഴമാണ് തന്നത്, പിന്നെ കൈതച്ചക്ക അല്ലേ, പൈനാപ്പിളാണ് തന്നിട്ടുള്ളത്, പിന്നെ ബർഗറാണ് തന്നിട്ടുള്ളത്, പിന്നെ ആപ്പിൾ തന്നിട്ടുണ്ട്, ക്യാരറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് മക്കളെ? ഏതാണ്? യെസ്, നമ്മുടെ ബർഗറാണ് അല്ലേ? ബാക്കി എല്ലാ ആഹാരങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. പഴങ്ങളായാലും പച്ചക്കറികളായാലും ഒക്കെ എന്താണ്?
നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് അല്ലേ? ഇതുപോലെ ഷവർമയും ബർഗറും പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ മക്കളെ? അല്ല. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ബർഗറാണ്. അപ്പോൾ അത് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്? കണ്ടെത്തി വട്ടത്തിനുള്ളിലാക്കാനായിട്ട്. ഓക്കെ മക്കളെ, ഈസി ആണല്ലോ. അപ്പം മക്കൾ ഓർത്ത് വെക്കുക, നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാണെന്നതിനെ കുറിച്ചിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മളുമായിട്ട് താഴെ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. മാസത്തിൽ വെറും 100 രൂപ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് LSS ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ LKG UKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എഴുത്തിലും വായനയിലും കുറച്ച് പ്രയാസം നേരിടുന്ന കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള മാത്സും മലയാളവും ഇംഗ്ലീഷ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കൊടുക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോടും വീട്ടിലുള്ളവരോടൊക്കെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഒക്കെ ഈസി ആവാനായിട്ട് ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മിസ്സ് പറഞ്ഞിട്ടുള്ള എല്ലാ കോഴ്സിനും വളരെ തുച്ഛമായിട്ടുള്ളൊരു ഫീസാണ് വരുന്നത്. നമ്മുടെ ആപ്പിലായിരിക്കും മക്കൾ ക്ലാസ് ഉണ്ടായിരിക്കുക കേട്ടോ. ആപ്പിൽ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയലും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന കൂട്ടുകാർക്ക് സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. കഥ എഴുതാം എന്നതാണ് നമ്മുടെ അടുത്തൊരു പ്രവർത്തനം വരുന്നത്. നോക്കിക്കേ മക്കളെ, ഇതുപോലെ കൂട്ടുകാർ എക്സാമിനൊരു ചോദ്യം തരും. അതായത് നിങ്ങൾക്കൊരു ചിത്രം തന്നുകൊണ്ട് ആ ചിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് മനസ്സിൽ വന്നിട്ടുള്ള ഒരു കഥ സ്വയം എഴുതാനായിട്ട് പറയൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്തരം ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് 5 മാർക്കിനാണ് ഇതുപോലുള്ളൊരു ചോദ്യം വരേണ്ടായിരിക്കുക കേട്ടോ. 5 മാർക്കിനാണ് ചോദ്യം വരിക. അപ്പം മക്കൾ എന്ത് ശ്രദ്ധിക്കണം? ഇതുപോലെ കഥ എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കഥയ്ക്കൊരു തലക്കെട്ട് കൊടുക്കണം. അതായത് കഥയ്ക്കൊരു പേര് കൊടുക്കണം. ഓക്കെ മക്കളെ, 5 മാർക്കിൽ 1 മാർക്ക് നമുക്ക് കഥയ്ക്ക് പേര് നൽകുന്നതിനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കഥ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ കുറച്ച് പ്രയാസമുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? കഥയ്ക്കൊരു പേര് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 1 മാർക്ക് അതിൽ നിന്ന് കിട്ടും. ബാക്കി കുറച്ച് കാര്യങ്ങളോടെയൊക്കെ എഴുതുകയാണെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യും? അത്യാവശ്യം നല്ലൊരു മാർക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നമുക്ക് കഥ എഴുതാനായിട്ട് തന്നിട്ടുള്ള ചിത്രം നോക്കിക്കേ. എന്താണ്? ഒരു കുട്ടി ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഒരു പെൻസിലിൻ്റെ ചിത്രമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരച്ച് കഴിഞ്ഞപ്പോൾ ആ പെൻസിലിന് എന്തുണ്ട് മക്കളെ? ചിറകുണ്ട് അല്ലേ. അപ്പോൾ ഒരു ചിറകുള്ള പെൻസിലാണ് അവിടെ വരച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് കഥയിലോട്ട് പോവാം. മിസ് ഇവിടെ ഒരു ചെറിയ കഥ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, മിസ് കഥയ്ക്ക് ആദ്യം തന്നെ പേര് കൊടുത്തു. എന്താണ്? ചിറകുള്ള പെൻസിൽ എന്നാണ് മിസ് പേര് കൊടുത്തിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ. നോക്കിക്കേ മക്കളെ, ഒരു കുട്ടിയുണ്ടായിരുന്നു. അവളുടെ പേര് ഋതിക. ഒരു ദിവസം ഋതിക ഒരു ചിത്രം വരച്ചു. ഒരു പെൻസിലിൻ്റെ ചിത്രമായിരുന്നു. പക്ഷേ അത് സാധാരണ പെൻസിലല്ല. അതിന് ഒരു ചിറകുണ്ടായിരുന്നു. ചിറകുള്ള പെൻസിൽ കണ്ടപ്പോൾ ഋതിക സന്തോഷിച്ചു. അവൾ ചിന്തിച്ചു, താൻ അതിൻ്റെ പുറത്ത് കയറിയാൽ എങ്ങനെയിരിക്കും? ഋതികയുടെ മനസ്സിൽ അവൾ പെൻസിലിൻ്റെ പുറത്ത് കയറി. അത് ആകാശത്തിലൂടെ പറന്നു. നീല ആകാശം കണ്ടു, വെള്ള മേഘങ്ങൾ കണ്ടു, പച്ച മരങ്ങൾ കണ്ടു. ഇതെല്ലാം ഋതിക സ്വപ്നം കണ്ടു. അവൾ ചിരിച്ചു. അവൾക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം മക്കളെ നോക്കിക്കേ, മിസ് ആ ഒരു ചിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കുഞ്ഞു കഥയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഥ എഴുതി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, പിന്നെ മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പുറമേ LKG UKG ക്ലാസ്സിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം മക്കളുടെ വീട്ടിൽ കുഞ്ഞു വാവകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ അവരെ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്കും ഫീസ് വരുന്നത് മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, എങ്കിൽ നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. കഥ വായിക്കാം എന്ന് പറഞ്ഞിട്ടൊരു പ്രവർത്തനമാണ്. അപ്പം മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ കഥയിൽ നിന്നുമാണ് കൂട്ടുകാർക്ക് ഇനിയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പം കഥ ശ്രദ്ധിച്ചിരുന്നാലേ മക്കൾക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ. ഓക്കെ മക്കളെ, മിസ് കഥ വായിച്ചു തരാം. മുത്തശ്ശി നെയ്യപ്പം ചുട്ടു. മുത്തശ്ശനും ഒപ്പം കൂടി.
9 നെയ്യപ്പം വീതം വെച്ചു. 1 ബാക്കിയായി. 2 പേരും തമ്മിൽ തർക്കമായി. നമുക്ക് മിണ്ടാതിരിക്കാം. ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും. മുത്തശ്ശി പറഞ്ഞു. ജയിക്കുന്ന ആൾക്ക് 5 അപ്പം. മുത്തശ്ശൻ സമ്മതിച്ചു. പാൽക്കാരനും മീൻകാരനും വന്ന് വിളിച്ചു. അവർ മിണ്ടിയില്ല. ഓക്കെ മക്കളെ, നോക്കിക്കേ. അപ്പോൾ എന്താ നമുക്ക് അവിടെ ഒരു കഥ തന്നിട്ടുള്ളത്? നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവിടെ നെയ്യപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 9 നെയ്യപ്പമാണ് അവർ ചുട്ടിട്ടുള്ളത് അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? അവർ നെയ്യപ്പം വീതം വെച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഒന്നൊരാൾക്കെടുത്തു അങ്ങനെ വീതം വെച്ചപ്പോൾ അവസാനം എന്തായി മക്കളെ? ഒരു നെയ്യപ്പം ബാക്കിയായി അല്ലേ. ഒരു നെയ്യപ്പം ബാക്കി. അപ്പോൾ അവർ 2 പേരും എന്ത് ചെയ്തു? തർക്കിക്കാൻ തുടങ്ങി. ആ നെയ്യപ്പം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് തർക്കിക്കാൻ തുടങ്ങിയില്ലേ. അപ്പം മുത്തശ്ശി എന്താ പറഞ്ഞത്? നമുക്ക് മിണ്ടാതിരിക്കാം. ആദ്യം മിണ്ടുന്ന ആളെന്താവും? തോൽക്കുമെന്നാണ് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ ജയിക്കുന്ന ആൾക്കായിരിക്കും 5 നെയ്യപ്പം 4 നെയ്യപ്പം അടുത്ത ആൾക്കും അല്ലേ, തോൽക്കുന്ന ആൾക്കും. ഓക്കെ, അങ്ങനെ അവരുടെ വീട്ടിലേക്ക് എന്ത് ചെയ്തു? പാൽക്കാരൻ വന്നു, പിന്നെ മീൻകാരൻ വന്നു. ഒക്കെ വിളിച്ചിട്ടും അവരെന്ത് ചെയ്തില്ല മക്കളെ? മിണ്ടിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കഥ. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലും മക്കളെ, ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണേ. ആരൊക്കെയാണ് നെയ്യപ്പം ചുട്ടത്? ആരൊക്കെയാണ് മക്കളെ നെയ്യപ്പം ചുട്ടിട്ടുള്ളത്? ആരൊക്കെയാണ് നോക്കിക്കേ. മുത്തശ്ശി നെയ്യപ്പം ചുട്ടു, മുത്തശ്ശനും ഒപ്പം കൂടി. അപ്പോൾ ആരൊക്കെയാണ് നെയ്യപ്പം ചുട്ടിട്ടുള്ളത്? യെസ്, നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ആരാണ്? മുത്തശ്ശനുമാണ് അല്ലേ. മുത്തശ്ശനുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നെയ്യപ്പം ചുട്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ മുത്തശ്ശനും മുത്തശ്ശിയും എത്ര നെയ്യപ്പമാണ് ചുട്ടത്? എത്ര നെയ്യപ്പമാണ് മകളെ ചുട്ടിട്ടുള്ളത്? നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 9 എണ്ണമാണ്. 9 നെയ്യപ്പമാണ് ചുട്ടത് അല്ലേ. 2 പേർക്കുമായി വീതിച്ചപ്പോൾ എത്ര എണ്ണം ബാക്കി വന്നു മക്കളെ? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 1 ബാക്കിയായിട്ടുള്ളത്. എത്രയാണ്? 1 ബാക്കി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കിക്കേ മക്കളെ, നമുക്ക് തന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എവിടെയുണ്ട്? നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു കഥാഭാഗത്തുണ്ട് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ആരൊക്കെയാണ് വന്നത്? മക്കൾ? ഇതാ ഇവിടെ ഉണ്ട് അല്ലേ. പാൽക്കാരനും മീൻകാരനുമാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതാണ് മക്കൾ അവിടെ എഴുതേണ്ടത്. ആരൊക്കെയാണ്? 1 പാൽക്കാരനാണ് വന്നിട്ടുള്ളത്. പിന്നെ ആരാണ് വന്നിട്ടുള്ളത്? മീൻകാരനാണ് വന്നിട്ടുള്ളത് അല്ലേ. പാൽക്കാരനും മീൻകാരനുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്. തർക്കം തീർക്കാൻ മുത്തശ്ശി പറഞ്ഞത് എന്താണ്? തർക്കം തീർക്കാൻ മുത്തശ്ശി എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നോക്കിക്കേ, ഇതാ ഇവിടെ തന്നിട്ട് നമുക്ക് മിണ്ടാതിരിക്കാം. ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും. ഇതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? മുത്തശ്ശി പറഞ്ഞിട്ടുള്ളതിൽ എന്താണ്? നമുക്ക് മിണ്ടാതിരിക്കാം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആദ്യം മിണ്ടുന്ന ആളെന്താവും മക്കളെ? തോൽക്കും. ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും. നമുക്ക് മിണ്ടാതിരിക്കാം. ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കുമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ ചെയ്താൽ കൂട്ടുകാർക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് എല്ലാ ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു കഥാഭാഗത്ത് തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു ക്ലാസ് കാണാത്ത കൂട്ടുകാർ വേഗം തന്നെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ക്ലാസ് കാണാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പം വീഡിയോ ഇനി ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.